ഹലോ കൂട്ടുകാരെ, ഞാനൊരു ഫംഗ്ഷന് പോകണം കേട്ടോ. ഇങ്ങനെയാണോ പോണേന്ന് ആലോചിക്കുകയാണോ? ഇങ്ങനെയല്ല ഫ്രണ്ട്സ്, ഞാൻ റെഡി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ റെഡിയാവാൻ പോകുന്നത് നമ്മുടെ ഗ്ലാം റൂം സ്റ്റുഡിയോ, നമ്മുടെ മൂകാംബികയ്ക്കൊക്കെ പോകുന്നവർ വരുമ്പോൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്, ഹൈവേ സൈഡിൽ തന്നെയാണ്, ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്ത് ആർക്കെല്ലാം എവിടെയൊക്കെ പോകണമെങ്കിൽ, അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ വിസിറ്റ് ചെയ്താൽ മതി. ഈ ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഓണം ഫംഗ്ഷനും സാരി ഉടുപ്പിച്ചത്. അങ്ങനെ ചേച്ചി എന്നെ സാരി ഉടുപ്പിച്ചു, കണ്ണ് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ണ് എഴുതാൻ അറിയാമെങ്കിലും നീറ്റായിട്ട് എഴുതാൻ അറിയത്തില്ല ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്ര പെർഫെക്ഷനോടൊന്നും കണ്ണ് ചെയ്തിട്ടില്ല. ബ്യൂട്ടീഷ്യന്മാർ എഴുതുന്ന രീതിയൊന്നും നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, എന്തായാലും സാരി ഉടുപ്പിച്ചല്ലേ, അങ്ങനെ കുറച്ച് മേക്കപ്പൊക്കെ ആക്കിക്കൂടെ, ഞാനൊരു ഫംഗ്ഷനല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എനിക്ക് കണ്ണൊക്കെ എഴുതി തന്നു. അങ്ങനെ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുവാണ് കേട്ടോ. കണ്ണൊക്കെ എഴുതി ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നോക്കുവാണ്, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ ഞാൻ സാരിയിൽ കൊടുത്തു മൊത്തം പിമ്പിൾസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഗ്ലാം റൂം സ്റ്റുഡിയോ എന്ന് പറയുന്നത്, മേക്കപ്പ് സ്റ്റുഡിയോ. ഇവിടെ നമുക്ക് നൈൽ എക്സ്റ്റൻഷൻ മുതൽ എല്ലാം ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. അതേ രീതി ഹൈഡ്രാ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഓണർ ഈ പുള്ളിക്കാരത്തിയാണ് കേട്ടോ. ഈ കറുത്ത സാരി എടുത്തേക്കണം. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരത്തിയും ലൈക്ക് വർഗീസ് വർഷിപ്പ് എന്നുള്ളത് പുള്ളിക്കാരത്തി റെഡി ആയപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്നു, അതിനെ ഹാൻഡിൽ ചെയ്തു. അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, സാരി ഉടുത്തിട്ട് എനിക്ക് കൊള്ളാമോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സാരി ഉടുക്കുന്നത് തീരെ കുറവാണ്, എന്നാലും ചില ഫംഗ്ഷനുകൾക്കൊക്കെ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാരി ഉടുക്കും. സാരി ഉടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചാറ നിങ്ങൾ കുറേ ഫോട്ടോസ് എടുക്കും ഫ്രണ്ട്സ്. അത് ഭയങ്കര ഒരു ക്രേസാണ്. അല്ലെങ്കിൽ ഫോട്ടോയുടെ ഒരു ക്രേസാണ്, അതിൻ്റെ കൂടെ പിന്നെ സാരിയും കൂടെ വെല്ലപ്പുള്ളിൽ കൊടുക്കുന്നത്. അന്നേരം വരെ ഞാൻ വിട്ടു കൊടുക്കുമോ? പിന്നെ ഞാൻ അതിനൊന്നും നോക്കിയല്ല, അതെല്ലാം ഇങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ ഇവിടെ എത്തുന്നത്. ഈ കന്നഡ അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലല്ലോ. ശ്രീകൃഷ്ണ ലളിത കലാമന്ദിര എന്ന് പറഞ്ഞിട്ടൊരു ഹോളാണ് കേട്ടോ. ആ ഹോളിലേക്കാണ് പോകുന്നത്. എന്തിനാ പോകുന്നതെന്ന് നോക്കിക്കോ കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതേ രീതി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. എല്ലാ ടൈപ്പ് വീഡിയോസും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് കുക്കിംഗ് വീഡിയോ ആണെങ്കിലും എൻ്റെ ഡെയിലി ലൈഫാണെങ്കിലും ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റേജ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്നതേ ഒരു പ്രോഗ്രാമിനാന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ പ്രോഗ്രാമിൽ എന്താ അപ്പോൾ ഇവരിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നതെന്നാണ്. അത് എൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. ഇവനും ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവനും കൂടെ കൂടി ഞങ്ങൾ 3 പേരും. അവൻ എന്തോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരയ്ക്കുന്നുണ്ട്. സംഭവമൊന്നുമില്ല, അത് കണ്ടില്ല. JCയുടെ പ്രോഗ്രാമാണ് കേട്ടോ. JCയുടെ പ്രോഗ്രാമിൽ ഇവിടെ രാധാകൃഷ്ണത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ രാധാകൃഷ്ണ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. രാധ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ട് സ്റ്റേജിൽ കണ്ടില്ലേ പെർഫോം ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ പെർഫോമൻസ് ആണല്ലോ. ഈ രാധയ്ക്ക് ഡാൻസ് ഇവരുടെ അമ്മ ചെയ്ത് കൊടുക്കുന്ന കാണേണ്ടതായിരുന്നു ഫ്രണ്ട്സ്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ വേറൊരു ഫോൺ കൊടുത്തിട്ട് ഞാൻ അവിടെ ജഡ്ജായിപ്പോയില്ലേ, അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞ് നല്ലവണ്ണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം അതിൻ്റെ എഫേർട്ട് അവരുടെ അമ്മയാണ് ഇട്ടിട്ട്. ഈ കൃഷ്ണനെ ആയിരുന്നു ഫ്രണ്ട്സ് കാണേണ്ടത്.